ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. അപ്പോൾ നമ്മളിന്ന് പറയാൻ പോകുന്ന വൺ ഓഫ് ദ എന്താ പറയുക കോമൺ ആയിട്ട് ആൾക്കാർ ചോദിച്ചു വരുന്ന ഒരു സംശയമായിട്ടുള്ള സംഭവമാണെന്ന് വെച്ചാൽ നമ്മൾ ഇപ്പോൾ നമുക്കറിയില്ല ഇഷ്ടംപോലെ ആൾക്കാർ ഐഫോൺ വാങ്ങിക്കുന്നുണ്ട്. അതും യൂസ്ഡ് ഐഫോൺ, സെക്കൻഡ്സ് ഐഫോണൊക്കെ അതും ഓൺലൈനും ഓഫ്ലൈനൊക്കെ ഇഷ്ടംപോലെ ആൾക്കാർ വാങ്ങിക്കുന്നുണ്ട്. OLX വാങ്ങിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ കുറച്ച് ശ്രദ്ധിക്കേണ്ട ഒരു 13 പോയിന്റ്സുകളെ കുറിച്ചാണ്. നിങ്ങളൊരു യൂസ്ഡ് ഐഫോൺ വാങ്ങിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ 13 പോയിന്റ്സ് വെരിഫൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. എന്ന് വെച്ചാൽ ഇപ്പോൾ ഇഷ്ടം പോലെ ഐഫോൺസ്, സ്റ്റോളൻ ഐഫോൺസുകളും അതുപോലെ തന്നെ ഡ്യൂപ്ലിക്കേറ്റ് റീഫർബിഷ്ഡ് ഐഫോൺസ് ഒക്കെ ഇഷ്ടം പോലെ സെൽ ഔട്ട് ചെയ്യുന്നുണ്ട്. പാക്കേജ് ആക്കിയിട്ട് എന്താ പറയുക ന്യൂ പാക്കേജ് പോലെയൊക്കെ സെൽ ഔട്ട് ചെയ്യുന്ന പരിപാടിക്ക് ഉണ്ട്. ഇപ്പോൾ സാംസങ് ആയിക്കോട്ടെ, ഐഫോൺ ആയിക്കോട്ടെ. അപ്പോൾ ഇത് ശ്രദ്ധിക്കാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഇതിൻ്റെ പോയിന്റ്സ് വെച്ചാൽ തുടങ്ങാം. ഞാൻ ഒരു 13 പോയിന്റ്സ് പറയാം. ഇത് നിങ്ങളൊരു ഐഫോൺ യൂസ്ഡ് ഫോൺ വാങ്ങി നോക്കുന്നുണ്ടെങ്കിൽ ഇത് ടിക്ക് ചെയ്ത് വെക്കാൻ മറക്കരുത്. എന്നാൽ ഈ 13 പോയിന്റ്സ് ടിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാക്സിമം 99.9% ഉറപ്പിക്കാം ആ സാധനം സേഫ് ആണെന്ന് കേട്ടോ, അല്ലെങ്കിൽ ഒറിജിനൽ ആണെന്ന്, അല്ലെങ്കിൽ ഒതന്റിക് ആണെന്ന് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ 2 ചാനൽസ് മാത്രമേ പോയി കണ്ടു നോക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് വേണ്ടി ഒന്ന് ഷെയർ ചെയ്യുക. എന്തെങ്കിലും സംശയം കാര്യങ്ങളൊക്കെ എൻ്റെ കമൻറ്റ് ചെയ്താൽ മതി. നമ്മളെല്ലാ കമൻറ്റ് പോകുന്നതാണ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണാനാണെങ്കിൽ എൻ്റെ പേര് അജയ്. ഞാനൊരു ഫൈനാൻഷ്യൽ അനലിസ്റ്റ് ആണ്. നമ്മൾ ടെക്കിലും ഫിനാൻസിലും എക്സ്പീരിയൻസിലാണ് ക്വാളിഫൈഡ് ആണ്. ഞാൻ സ്മാർട്ട് ഫോൺ ആർക്കിടെക്ചർ ഫീൽഡിലൊക്കെ വർക്ക് ചെയ്തിട്ടുള്ളതാണ്. നമ്മൾ അതിന് ശേഷമാണ് ഞാൻ ഫിനാൻസിലേക്ക് മാറിയത് കേട്ടോ. അപ്പോൾ പിന്നെ ഇൻസ്റ്റാഗ്രാം പേജ് കാണാത്തൊരു പോയി കണ്ടു നോക്കുക. നിങ്ങൾക്ക് അതിലും വേണമെങ്കിൽ മെസ്സേജ് ചെയ്യാം. പേജ് ഫോളോ അടിച്ചാൽ മതി. ഡിസ്ക്രിപ്ഷനിൽ ലിങ്കുകളിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പോയിന്റ് വൈസ് തന്നെ പോകാം. ആദ്യത്തെ കാര്യം തന്നെ നിങ്ങൾ ആദ്യം തന്നെ ഫോൺ ഓൺ ചെയ്തിട്ട് നമുക്ക് അതിൽ ആക്ടിവേഷൻ ലോക്ക് ഡിസേബിൾ ചെയ്തിട്ടില്ലെന്ന് ചെക്ക് ചെയ്ത് നോക്കാൻ മറക്കരുത്. എന്ന് വെച്ചാൽ നമ്മുടെ നിങ്ങൾക്കറിയാം iOS അല്ലെങ്കിൽ ആപ്പിൾ ഫോണുകളൊക്കെ നമുക്ക് നമ്മുടെ ഐഫോൺ അല്ലെങ്കിൽ ആപ്പിൾ അക്കൗണ്ട് ത്രൂ ആണ് ഇത് ലിങ്ക് ചെയ്തേക്കുന്നത്. അപ്പോൾ ആ സാധനം കറക്റ്റായിട്ട് കളഞ്ഞില്ലെങ്കിൽ പിന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എപ്പോഴും ടേൺ ഇറ്റ് ഓൺ ആൻഡ് ലുക്ക് ഔട്ട് ഫോർ ആക്ടിവേഷൻ ലോക്ക് നോക്കാട്ടോ. രണ്ടാമത്തെ പറയുന്നത് ഫിസിക്കൽ ഡാമേജ് ഉണ്ടോ എന്ന് നോക്കാൻ മറക്കരുത്. പ്രത്യേകിച്ച് നിങ്ങളുടെ ഈ ഫോണിൻ്റെ ഈ എഡ്ജുകളൊക്കെ ഉണ്ടല്ലോ, ഈ എഡ്ജുകളൊക്കെ ചെക്ക് ചെയ്ത് നോക്കാൻ മറക്കരുത്. വീണിട്ടുണ്ടോ എന്ന് വെച്ചാൽ ഇപ്പോൾ നിങ്ങൾക്കറിയാം ഇപ്പോൾ ഡിസ്പ്ലേക്കൊക്കെ ഇഷ്ടംപോലെ ഡാമേജ് വരുന്നുണ്ട്. അപ്പോൾ ഈ ഫിസിക്കൽ ഡാമേജ് ഉണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്ക് വാറണ്ടിയുടെ ആണെങ്കിൽ പോലും വാറണ്ടി കിട്ടാനുള്ള പണി ഭയങ്കര പ്രശ്നമാണ്. അപ്പോൾ ഫിസിക്കൽ ഡാമേജ് ഉണ്ടോ എന്ന് നോക്കാൻ ചെക്ക് ചെയ്യണം കേട്ടോ. മൂന്നാമത്തേന്ന് പറയുന്നത് നമ്മുടെ സ്ക്രീനിൻ്റെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ സ്ക്രീൻ ഒറിജിനലാണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് അറിയാം നമ്മുടെ ഐഫോണിൻ്റെ സെറ്റിങ്സിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾ ഒതന്റിക് പാർട്ട് അല്ലെങ്കിൽ അതിൽ കാണിക്കും, അൺനോൺ അതിൽ കാണിക്കും ഡിസ്പ്ലേയുടെ അവിടെ. അപ്പോൾ അത് ചെക്ക് ചെയ്ത് നോക്കാൻ മറക്കരുത് ഓൺ ആവുന്നുണ്ടെങ്കിൽ. പിന്നെ നമ്മുടെ റിപ്പയറോ ജെന്യൂൻ പാർട്സോ ഞാൻ പറഞ്ഞില്ല, അത് ഡിസ്പ്ലേ ആയിക്കോട്ടെ, ഏത് പാർട്സ് ആയിക്കോട്ടെ, അത് ഒറിജിനൽ പാർട്സ് ആണ് വെച്ചിരിക്കുന്നത് നോക്കി നോക്കുക. നിങ്ങൾക്ക് ഒറിജിനൽ ആണെങ്കിൽ അതിൽ കാണിക്കും. നിങ്ങൾക്ക് സർവീസ് സെക്ഷൻ അതിൽ ഓപ്ഷൻ വരും, അല്ലെങ്കിൽ കാണിക്കില്ല. അല്ലെങ്കിൽ അപ്പോൾ അത് ഒറിജിനൽ നിങ്ങൾക്ക് അത് അല്ലെങ്കിൽ റീപ്ലേസ് ചെയ്തിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ സംഭവം നിങ്ങൾക്ക് ഉറപ്പിക്കാം. അതുപോലെ തന്നെ ഒറിജിനൽ പാർട്സ് ആണോ വെച്ചിട്ടുണ്ടോ എന്ന് നോക്കാൻ മറക്കരുത്. ഒറിജിനൽ അല്ലെങ്കിൽ അതിൽ അൺനോൺസ് ഒന്ന് കാണിക്കും അതിൻ്റെ അബൌട്ട് സെക്ഷനിൽ പോയി കഴിഞ്ഞാട്ടാ. പിന്നെ നമുക്ക് ചാർജിങ് പോർട്ട് വർക്ക് ചെയ്യണമെന്ന് നോക്കാൻ മറക്കരുത്. എന്ന് വെച്ചാൽ കുറേ ഇതുപോലെ ഡിവൈസുകൾ കാണാനൊക്കെ സൂപ്പർ ഫിനിഷ് ആയിരിക്കും, അതുപോലെ തന്നെ നല്ല കണ്ടീഷൻ ആയിരിക്കും, പക്ഷേ ചാർജിങ് ഇഷ്യൂസ് ഉണ്ടായിരിക്കും. അപ്പോൾ ചാർജിങ് വെച്ച് നോക്കാൻ മറക്കരുത് കേട്ടോ. പിന്നെ റിസീപ്റ്റ്, ബില്ല് എപ്പോഴും വാങ്ങിക്കാൻ മറക്കരുത്. ബില്ലില്ലാണ്ട് ഒരു സാധനം വാങ്ങിക്കരുത്. പ്രത്യേകിച്ച് ഫോൺസും കാര്യങ്ങളൊന്നും ബില്ലില്ലാണ്ട് ഒരു സാധനം വാങ്ങിക്കരുത് കേട്ടോ. എന്ന് വെച്ചാൽ ബില്ല് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അതിന് പ്രൂഫില്ല. നിങ്ങളത് ഇപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും കാരണം വെച്ചാൽ പിടിച്ചാൽ തന്നെ നിങ്ങളത് കട്ടൗണ്ട് വന്നതെന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. അപ്പോൾ എപ്പോഴും ഇൻവോയ്സ് വാങ്ങിക്കാൻ മറക്കരുത്. ഇപ്പോൾ സെക്കൻഡ്സ് വാങ്ങിക്കുമ്പോൾ എപ്പോഴും ഇൻവോയ്സ് ബില്ല് വാങ്ങിക്കാൻ മറക്കരുത് കേട്ടോ. പിന്നെ നമ്മുടെ IMEI നമ്പർ വെരിഫൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് നമ്മുടെ ഫോണിൻ്റെ ജനറലിൽ പോയി കഴിഞ്ഞാൽ ബോർഡ് സെക്ഷനിൽ പോയി കഴിഞ്ഞാൽ IMEI നമ്പർ കിട്ടും കേട്ടോ. അത് നമ്മുടെ വേറെ സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വെരിഫൈ ചെയ്യാൻ പറ്റും. പിന്നെ സീരിയൽ നമ്പർ ഇതുപോലെ തന്നെയാണ് സീരിയൽ നമ്പർ, അത് നിങ്ങൾക്ക് വേറെ സെക്ഷനിൽ പോയി കഴിഞ്ഞാൽ സീരിയൽ നമ്പറും കിട്ടും കേട്ടോ. പിന്നെ നമ്മുടെ ഹാർഡ്വെയർ ടെസ്റ്റ്, ഇത് ആക്ച്വലി നമുക്കൊരു സോഫ്റ്റ്വെയർ ഉണ്ട്. നമുക്കത് ഉപയോഗിച്ചിട്ട് ലാപ്ടോപ്പൊക്കെ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ത്രൂ സുഖമായിട്ട് നിങ്ങൾ നോക്കാൻ പറ്റും. അതുപോലെ തന്നെ ആപ്പുകളുണ്ട് ഇപ്പോൾ ഇഷ്ടം പോലെ, അതും നിങ്ങൾക്ക് വേണമെങ്കിൽ ഹാർഡ്വെയർ ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ ഐഫോണൊക്കെ നമ്മളിപ്പോൾ ഫ്ലിപ്കാർട്ടിലും ആമസോണിലൊക്കെ കൊടുക്കുമ്പോൾ ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ചെക്ക് ചെയ്ത് നോക്കണില്ലേ, അതേ പരിപാടി തന്നെ. അതുപോലത്തെ ഇഷ്ടം പോലെ ആപ്പ് നമുക്ക് പ്ലേ സ്റ്റോറിൽ ഇതൊക്കെ ഉണ്ട് കേട്ടോ. അത് വെച്ചിട്ട് നമുക്ക് നോക്കി നോക്കാം. പിന്നെ ക്യാമറ ടെസ്റ്റ് ചെയ്ത് നോക്കാൻ മറക്കണ്ട. 3 ക്യാമറ ഉണ്ടെങ്കിൽ 3 ക്യാമറയും ടെസ്റ്റ് ചെയ്ത് നോക്കാൻ മറക്കണ്ട. 2 ക്യാമറ ആണെങ്കിൽ 2 ക്യാമറയും ടെസ്റ്റ് ചെയ്ത് നോക്കാൻ മറക്കണ്ട കേട്ടോ. ഫോക്കസും കാര്യങ്ങളൊക്കെ കേട്ടോ. പിന്നെ സ്പീക്കേഴ്സ് ടെസ്റ്റ് ചെയ്ത് നോക്കാൻ മറക്കണ്ട. നിങ്ങൾക്ക് ആക്ച്വലി ഇതുപോലെ ഈ സോഫ്റ്റ്വെയർസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ ഇതെല്ലാം അവർ ഓട്ടോമാറ്റിക്കലി ആപ്പിൽ തന്നെ ടെസ്റ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു ഗുണമുണ്ട് കേട്ടോ. സ്പീക്കേഴ്സ് ടെസ്റ്റ് ചെയ്യുക, മൈക്രോഫോൺ ടെസ്റ്റ് ചെയ്യുക. പിന്നെ ബാറ്ററി ഹെൽത്ത് എപ്പോഴും ചെക്ക് ചെയ്ത് നോക്കാൻ മറക്കരുത്. ഒരു 90യുടെ താഴെയൊക്കെയാണെങ്കിൽ നിങ്ങൾ വാങ്ങിക്കാണ്ടിരിക്കുകയായിരിക്കും നല്ലത്. 90% താഴെ ആണെങ്കിൽ നിങ്ങൾ ഐഫോൺ വാങ്ങിക്കാണ്ടിരിക്കുകയായിരിക്കും നല്ലത് കേട്ടോ. അതിൻ്റെ മുകളിലുള്ളത് മാത്രം വാങ്ങിക്കാൻ നോക്കുക. പിന്നെന്താ ഇത്രയൊക്കെ തന്നെ മെയിനായിട്ടുള്ളൂ. നിങ്ങൾക്ക് ആക്ച്വലി 3U ടൂൾസ് എന്ന് പറഞ്ഞ സാധനം നിങ്ങൾക്ക് ലാപ്ടോപ്പിൽ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ഇതെല്ലാം നിങ്ങൾക്ക് ഒറ്റയ്ക്ക് കാണാൻ പറ്റും. പക്ഷേ ലാപ്ടോപ്പ് വേണം, അതാണ് കുഴപ്പം.
അല്ലെങ്കിൽ പിന്നെ നമ്മുടെ മാക്ബുക്ക് ആയാലും കുഴപ്പമില്ല, മാക്ബുക്ക് അങ്ങനെ കൊണ്ടുനടക്കാൻ. ഇപ്പോൾ പക്ഷേ സാംസങ്ങിൻ്റെ ലാപ്ടോപ്പും അതുപോലെ തന്നെ അസൂസിൻ്റെ ഒക്കെ ഭയങ്കര തിന്നായിട്ടുള്ള ലാപ്ടോപ്പൊക്കെ ഉണ്ട്, അത് കൊണ്ടുപോകാൻ പറ്റുകയാണെങ്കിൽ നല്ലത്. എന്നുവെച്ചാൽ അത് വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഫുൾ ഡീറ്റെയിൽസ് റിപ്പോർട്ട് എടുക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഫുൾ അറിയാൻ പറ്റൂട്ട. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയാൻ കാരണം. എന്താ വെച്ചാൽ ഐഫോണിൽ ഇപ്പോൾ ഇഷ്ടം പോലെ കള്ളത്തരങ്ങളും സംഭവങ്ങളൊക്കെ നടക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ എല്ലാവരും ഇപ്പോൾ ഐഫോൺ എടുക്കാൻ എന്ത് കണ്ടിട്ടാന്ന് എനിക്കറിയില്ല, കുറേ പേര് ഐഫോൺ എടുക്കാൻ നടക്കുന്നുണ്ടല്ലോ. സെക്കൻഡ്സ് ആയിക്കോട്ടെ ഫ്രഷ് ആയിക്കോട്ടെ, പക്ഷേ അതിനൊന്നും കുഴപ്പമില്ല. സെക്കൻഡ്സിലൊക്കെ യൂസ്ഡ് ആയിട്ട് അതും പഴയ സാധനങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് മാത്രം എടുക്കുക, അല്ലെങ്കിൽ പണി വരിട്ട. അപ്പോൾ എന്തായാലും നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. നമ്മുടെ എന്തെങ്കിലും സംശയങ്ങളൊക്കെ എന്നെ കമൻറ്റ് ചെയ്താൽ മതി. നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യാൻ നിങ്ങൾക്ക് അതിൽ വേണമെങ്കിൽ മെസ്സേജ് ചെയ്യാം. നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അടുത്ത കൊല്ലണോ?